ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങള് വീണ്ടും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ വീട്ടിൽ വന്നു. എന്തോ അടുപ്പിച്ച് 2 പ്രാവശ്യം പോകുന്ന അല്ലേ? ഈ കല്യാണം കഴിഞ്ഞ് 8 വർഷത്തിനുള്ളിൽ അടുപ്പിച്ച് 2 പ്രാവശ്യം പോയി. കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ദിവസം നിന്നിട്ടുള്ളതും ഈ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു. പിന്നെ കൂട്ടുകാരെ, ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഞാനൊരു ക്ഷമാപണം ചോദിക്കുന്നു. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പുതുപ്പള്ളിയിൽ പോയപ്പോൾ ഉമ്മൻചാണ്ടി സാറെന്ന് പറയാതെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ബഹുമാനക്കുറവ് കൊണ്ടല്ല. ഞാൻ നമ്മൾ പത്രത്തിൽ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ഉമ്മൻചാണ്ടി എന്ന് കേൾക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ പറഞ്ഞതാണ്. അല്ലാതെ ഉമ്മൻചാണ്ടി സാറിനോട് എനിക്ക് ബഹുമാനത്തിലൊന്നും ഒരു കുറവും ഇല്ല. കാരണം ഞങ്ങൾ അവിടെ പോയതും ഉമ്മൻചാണ്ടി സാറിനെ അടക്കം ചെയ്ത സ്ഥലമൊക്കെ എല്ലാം ചെയ്തതാണ്. പിന്നെ വീഡിയോയിൽ കാണിച്ചില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും കൂട്ടുകാർക്കൊക്കെ അതിൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഒരിക്കൽ കൂടി ക്ഷമിക്കുക. പിന്നെ അതുകൂടാതെ നമ്മുടെ കൂട്ടുകാരിൽ കുറച്ച് പേര് മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെയും പ്രാർത്ഥനയുണ്ട്. എല്ലായിടത്തും നല്ല സമാധാനമായ അന്തരീക്ഷം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇന്ന് ശനി എന്നാണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ മുരിങ്ങയിലക്കറിയും ചക്കക്കുരുവും മെഴുക്കുവരട്ടി. മുരിങ്ങയിലക്കറിയും ചക്കക്കുരുവും മെഴുക്കുവരട്ടി അല്ലേ? അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് പോകാം. കുറെ നാളായില്ലേ പാചകങ്ങളൊക്കെ അല്ലേ? അതെ, ഇപ്പൊ പോയേക്കാം കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ, ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ പേര് പറഞ്ഞ് ഹായ് തരണം. അതുപോലെ കുറച്ച് പേരുടെ ബർത്ത്ഡേ പറഞ്ഞായിരുന്നു, കുട്ടികളുടെ ബർത്ത്ഡേ. അപ്പം എല്ലാം ഈ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയ കാരണം പറഞ്ഞ പേരെല്ലാം ഞങ്ങൾ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ എല്ലാവർക്കും ഒരു പ്രത്യേക ഹായ്. അപ്പം അതിൽ പരിഭവമൊന്നും വെക്കരുത്, പിണങ്ങരുത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖം തന്നെയായി. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുക്കളയിലായിട്ട് പോയേക്കാം. അപ്പൊ എന്റെ കൂട്ടുകാരെ, എന്റെ അടുക്കളയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പണി നമുക്ക് തുടങ്ങാം. പിന്നെ തീർച്ചയായിട്ടും ശനിയൊക്കെ മേലാതിരുന്നിട്ട് പിന്നെ അങ്ങനെ നമ്മള് അല്ലെ വീഡിയോ ഒന്നും അങ്ങനെ ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് പണി തുടങ്ങിയേക്കാം. നമ്മുടെ മുരിങ്ങയിലേക്ക് എന്ത് എടുക്കട്ടെ അല്ലേ? ശരണ്യ, ഒന്ന് കൂട്ടുകാരെ കാണിച്ചേ നമ്മുടെ മുരിങ്ങയില. കണ്ട, നല്ല ഫ്രഷ് ആയിട്ടിരിക്കണല്ലേ? എന്നിട്ട് നല്ല കെട്ടി സെറ്റാക്കിയാണ് കൊണ്ടുവന്ന. അത് കുടയുണ്ട്, അത് അവിടെ വെയ്, നേരെ വെച്ചോ. നമുക്ക് പാത്രത്തിലായിട്ട് കുടയാം. ഒന്ന് കൂട്ടുകാരെ അതൊന്ന് പൊക്കുമ്പോ അടന്ന് പോകരുത്. കണ്ട, അടിപൊളി മുരിങ്ങയിലേണല്ലേ? അതെ. ശരണ്യ, നമ്മുടെ അമ്മ വന്നു. അതെ, മുരിങ്ങയില. അപ്പൊ ബാക്കി നമുക്ക് നാളെ തോരനും ആക്കാം. കുറച്ച് മതിയല്ല മുരിങ്ങയില. അതെ അതെ. ഓഹോ, ഇന്നും അമ്മ നല്ല സുന്ദരി കുട്ടിയാണല്ല അല്ലേ? ചിരിക്കാൻ പറഞ്ഞല്ലമ്മ. ശരണ്യ പറയണ കേട്ട ശരണ്യ, അച്ഛന്റെ പരിപാടിയൊന്നും ഇല്ലേ മുരിങ്ങയില അടത്താനാ? അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഇത്ര മതിയല്ലേ മുരിങ്ങയില? അപ്പൊ ഇത്ര മുരിങ്ങയില മതി. അപ്പൊ അങ്ങനെ 2 പേരും കൂടി ബാക്കി വന്നത് കവറിൽ തന്നെ കയറ്റുന്നു. അതെ, തോരൻ വെക്കാം. ശരിയാ. പിന്നെ വേറെ എന്തോ ഒരു കറി കൂടി പറഞ്ഞല്ല ശരി? എന്നാണ്? ചക്കക്കുരു മെഴുക്കുവരട്ടി. അപ്പൊ ശരണ്യ ചക്കക്കുരു
ആരെ കൊണ്ടാ ചെയ്യിക്കുന്നത്? നമുക്ക് അച്ഛനെ കൊണ്ട് ചെയ്യും. കൊണ്ട് അമ്മയെ കൊണ്ടും ചെയ്യിപ്പിക്കാം. രണ്ടുപേരും കൂടി അത് ചെയ്യട്ടെ അല്ലേ? അപ്പൊ നമുക്ക് ആ നേരത്ത് ഇത് കറിയും വെക്കാം. ഇത് കറിയും വെക്കാം. ഇത് കഴുകിയെടുത്തതാണോ? ഇത് കഴുകണം. കഴുകണം അല്ലേ? പക്ഷെ മുരിങ്ങയില ആരും അങ്ങനെ കഴുകുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് കഴുകണമെന്നത് അമ്മയും പറഞ്ഞു. കഴുകണം. ഇത് പുഴുണ്ടോന്നൊക്കെ എന്നാലും മരത്തെ എട്ടുകാലി എല്ലാം കയറണല്ലേ, നമുക്കൊന്ന് കഴുകിയേക്കാം. വാരി എടുത്താൽ മതി. വെള്ളം ഒഴിക്കട്ടെ. അങ്ങനെ അമ്മയും മകളും കൂടി ആണല്ലേ? നമ്മള് മുരിങ്ങയില തോരൻ വെച്ചിട്ടുണ്ടല്ലേ? ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. മുട്ടയിട്ട് ചിക്കിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഇതൊന്ന് കഴുകിയൊക്കെ എടുക്കുക കേട്ടാ നിങ്ങൾ രണ്ടുപേരും കൂടി. ഞാൻ അച്ഛൻ വന്നത് ശരണ്യോട് പറഞ്ഞില്ല, അച്ഛൻ വന്നുണ്ടെന്ന് പറഞ്ഞില്ല. അച്ഛൻ തന്നെ വിളിച്ചോണ്ട് വന്നു. അപ്പുറത്തെ കൊണ്ട് വെച്ച് അച്ഛന്റെ മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട് അച്ഛാ. ആണാണ്. ആ ക്ഷീണം അപ്പൊ അതിന്റേതായിരിക്കും മുഖത്തൊക്കെ നല്ല താടിയൊക്കെ വളർന്നു കഴിയുമ്പോ അങ്ങനെയുള്ള. അപ്പൊ ഞാനിപ്പോ പോയി ഡ്രസ് ചെയ്യാൻ പോകും. താടി ഡ്രസ് ചെയ്യാൻ. എന്നാ ഒരു പണി, ഇവിടെ ഇരുന്നാണ് അരിയണം. അതെ, ആ നേരം കായ്പുറത്തൊക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി അരിഞ്ഞിട്ട് വാ. ശരണ്യ എന്നെ അടിക്കാന്ന്? ശരണ്യ പാത്രം അടിക്കുക. ഇതൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പുതിയ പാത്രം ഇത് ഞാൻ ചെറുകാശ ചെന്നപ്പോ എന്റെ അമ്മ എനിക്ക് തന്നെ പാത്രം എന്താണ് അമ്മ അൽക്കുട്ടത്തിന് പിടിഞ്ഞു പോയപ്പോ അവിടുന്ന് കൊടുത്ത അമ്മയ്ക്ക് കിട്ടിയ പാത്രമാണ്. അമ്മ അത് മോൾക്ക് തന്ന്. മോൾ ഇതിൽ പാചകമൊക്കെ ചെയ്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞല്ലേ? അപ്പൊ അതെ, അവിടെ രണ്ടുപേരും കൂടി അവിടെ അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഞാൻ പോയി നോക്കട്ടെ. ആ അടപ്പ വെച്ച് വെച്ച് അച്ഛനെ പാത്രം കാണിച്ചില്ലായിരുന്നു. എനിക്ക് ഇഷ്ടാണ് പാത്രങ്ങളൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രണ്ടുപേരും കൂടി അരിഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? അമ്മേനെ അച്ഛൻ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് ചക്കക്കുരു ജീവിതം. അതെ അതെ ശരിയാണ്. അത് തന്നെയല്ലേ ചിലര് വെള്ളത്തിൽ ഇടും. പണ്ടൊക്കെ ഇല്ലേ ഇത് വെള്ളത്തിലിട്ട് പിന്നെ ഇതിന്റെ പുറത്തുള്ള ജീവിക്കളെ ഇപ്പൊ കളയല്ലേ. ഇപ്പൊ ഇത് ഈ ചുമപ്പ് ഗുണാണെന്നാണ് പറയുന്നത്. ഈ ചക്കക്കുരുവിന്റെ നല്ലതാണെന്നാ പറയുന്നത്. ഈ ചക്കക്കുരുവിന്റെ പുറത്തുള്ള ചുമപ്പല്ലേ? അതാണ് ഗുണം. എല്ലാം മൊത്തം ഗുണാണ്. കടുക് വറുക്കാൻ പോണം. ഈ പാത്രം ഇങ്ങനെ ചൂടാക്കാൻ വെച്ചാണ് അച്ഛനെ കാണിക്കാൻ കൊണ്ടുപോയത്. അടപ്പെന്നെടുത്തുണ്ട്. കടുകിട്ട് എന്തൊക്കെയാണെന്ന് കൂട്ടുകാരോട് പറഞ്ഞു കൊടു. ഉണക്കമുളക് ഇത്ര ഇതിലായിട്ട് എന്താ ശനി ഒത്തിരി ദൂരെ മാറിയാണ് നിൽക്കുന്നത്. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾക്ക് ഞായറാഴ്ചയായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് പച്ചക്കറി ഐറ്റംസ് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ കറികളല്ലേ. നമ്മുടെ സാമ്പാർ ഒന്ന് എടുത്ത് കാണിച്ച കൂട്ടുകാരെ.
അത് അപ്പുറത്തെ വീട്ടിലെ തട്ടും പലകയും വാർക്കണേൻ്റെ തട്ടും പലകയും റെഡിയാക്കണ ഒച്ചയാണ് കേൾക്കുന്നത്. കണ്ട നമ്മുടെ സാമ്പാർ ഇത് കലത്തിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? സാമ്പാർ കണ്ട, സാമ്പാറൊന്നും കാണാൻ മേല, കുറച്ചേ വെച്ചുള്ളൂ അല്ലേ? നമ്മൾ ഒത്തിരി ഒന്നും കൂട്ടി വെക്കുന്നില്ല. പിന്നെ രാവിലെ എടുത്തത് കാരണമാണ്. അപ്പൊ അത് എടുത്ത കാരണം ഇനി കുറച്ചേ ഉള്ളു. ആഹാ, ഇനി പെട്ടെന്നാണല്ലേ ഇത് പരിപാടി. മാറി നിന്നു അല്ലേ? എനിക്കാണെ ചുമയും മണ്ണുണ്ടായി എണ്ണ. അതെ അതെ, ഭയങ്കര ചുമ വന്നുണ്ട്. പിന്നെ അതങ്ങോട്ട് തൂത്ത് വാരി ഇട്ടോ, വേഗം അങ്ങോട്ട് വാരി ഇട്. ഞാൻ വെക്കണ കറി, മുരിങ്ങയില കറി. എനിക്കറിയാൻ മേലാത്ത കൊണ്ടാണ്, അറിയാമെങ്കിൽ ഞാൻ വെച്ചേ. ഉപ്പിട്ട് പിന്നെ ഇനി എന്നാണ് ഇതിൽ ചേർക്കണം? എല്ലാം കൂടി ചേർക്കണം അല്ലേ? വേഗണം. അങ്ങനെ ശരണ്യ ഇച്ചിരി വെള്ളവും കൂടി അതിലാട്ട് ഒഴിച്ചെന്തിരിക്കും. ശരണ്യ, നമ്മുടെ ആര്യക്കര ക്ഷേത്രത്തിൽ ഉത്സവമാണ്, പോകണ്ടേ വൈകിട്ട്? എന്താണ് ചിരിക്കണത്? ഇങ്ങോട്ട് നോക്കിക്കേ, പോകണ്ടേ നമുക്ക്? അതിനെന്താണ് ഒരു ചിരി? ഞാൻ കൊണ്ടുപോയല്ലെന്ന് ഓർത്താണ്. ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുപോകും. ശരണ്യക്ക് മേലാഞ്ഞുണ്ടല്ലേ കാവുങ്ക ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകാഞ്ഞത്? ശരണ്യക്ക് അന്നേരം വയ്യാതിരുന്നോണ്ടല്ലേ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പോയതാണ്. അപ്പൊ നമുക്ക് ഇത്തവണ ആര്യക്കര പോകണ്ടേ? പോകാം. നോക്കട്ടെ, ഇതൊന്ന് വേഗട്ടെ അല്ലേ? എന്തോ ശരണ്യ എന്താണ്? അതെ കണ്ട, പെട്ടെന്ന് ഇത്ര എന്നറിയാ. ഇനി ഇതങ്ങനെ തൊലി പൊളിച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കണ്ടിച്ചിട്ടാ മതിയല്ലോ. അവിയല് വെക്കാൻ പോണം നാളെ. ഞങ്ങൾക്ക് അവിയലും സാമ്പാറും ഇല്ലാത്ത പരിപാടി ഇല്ലല്ലേ. പിന്നെ മീനും ഇന്നും ഇല്ല. ഇപ്പൊ കുറച്ച് ദിവസമായല്ലേ നമ്മൾ മീന് അല്ലേ? അതെ. ഇനി പച്ചക്കറിയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞി. കുറച്ച് ദിവസം പച്ചക്കറി. പണിയെ കിട്ടി. ഞാൻ അന്നേ പറയുവാ ശരണ്യ, അത് കൂട്ടരുത്, ഇത് കൂട്ടരുത്, വറുത്തത് കൂട്ടരുത്. അപ്പൊ എന്താ ശരണ്യക്ക് വറുത്തതേ ഓടണം. അതെന്താ എന്താണ്? അടപ്പ കറി. അതുകൊണ്ടൊരു കാര്യമാണ് ഇപ്പൊ ഞങ്ങൾക്കും കൂടെ മീൻകറി കൂട്ടാൻ. പക്ഷെ പാടാന്ന് അത് തിന്നുന്നതെന്ന് വെച്ചെന്നാ വേറൊന്നുമല്ല. എപ്പോഴും എന്തെങ്കിലും മീൻകറി ഇഷ്ടായിരുന്നു. ഇപ്പൊ പച്ചക്കറി മീൻ വറുത്ത കൂട്ടിയാണ് ഇച്ചിരി ചോറ് തരണം. ഇപ്പൊ അത് ചോറ് തീറ്റി നിർത്തി. അത് കാരണം ആണെന്ന് ഇപ്പൊ അത് കാരണം ഭക്ഷണം കഴിയൊക്കെ കുറവാണ്. ശരണ്യ കഴിക്കണില്ല, ഇച്ചിരിയെ കഴിക്കണുള്ളൂ. അപ്പൊ ഇത്രയും ശരണ്യ എവിടം വരെയായി നമ്മുടെ കറികൾ? അമ്മേനെ കൊണ്ട് കാണിക്കണം അല്ലേ? ഇത് വെന്താന്നല്ലേ? ഒന്ന് എന്നാ വേഗം കൊണ്ടുപോയി കാണിച്ചേച്ചും പാ കേട്ടാ. എന്തായി? അമ്മേനെ കാണിച്ചാ? എന്നാ പറഞ്ഞു? അരപ്പ് ചേർക്കാം. അരക്കുന്നത് കൂട്ടുകാരെ കാണിച്ചില്ല. അതെ, ഇത് കണ്ട, അതെ അരച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഇടക്കിടക്ക് കറണ്ട് പോണ കാരണം നേരത്തെ തന്നെ അരച്ച് വെച്ച്. അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ശരണ്യ വീണ്ടും അതൊന്ന് കുലുക്കി ഇളക്കിയൊക്കെ എടുക്കുകയാണ് അല്ലേ?
പിന്നെ ഇതിലിനി കടുകൊക്കെ വറക്കുവോ? കടുക് നമ്മൾ വറുത്തല്ലേ, ആ പിന്നെ കടുക് ഇനി വറക്കണ്ടല്ലേ? വറുക്കേണ്ട കാര്യമില്ല. അതെ. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ കൂട്ടിയപ്പോൾ നമ്മുടെ മുരിങ്ങയില കറി ഏകദേശം സെറ്റായി വരുന്നു അല്ലേ? ആണേ, ഞാനിത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കൂട്ടിയാണ് കേട്ടോ. ഞാൻ കൂട്ടിയിട്ടുണ്ട്. കൂട്ടിയിട്ടുണ്ടല്ലേ? പായിപ്പാട് വെച്ച ഉണക്കമീൻ വറുത്തതുണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഉണക്കമീൻ വറുത്തതാ? സത്യം. ആണ്, ഉണക്കമീൻ വറുക്കണ്ടേ ഇനി? പക്ഷെ വറുത്തത് ശരണിയൊക്കെ കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഉണക്കമീൻ മേടിക്കാറുമില്ലല്ലോ. അതെ. പിന്നെ ഇപ്പൊ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. ആ നല്ല രസമുണ്ട് അത് കാണാൻ. ഉപ്പൊക്കെ വേണമെന്ന് ശരണ്യെ നോക്കിക്കൊള്ളണം കേട്ടോ. അത് നോക്കാമ്പോ ചക്കക്കുരു അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കൂടി മിച്ചറൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. ശരണ്യ, എന്തോ അച്ഛനും അമ്മയും അവിടെ മിച്ചറൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ചക്കക്കുരു ചെറുത് തന്നതേ. കണ്ട അതെ കൂട്ടുകാരെ, അങ്ങനെ അതെ കണ്ട ചെറിയ പീസായിട്ടൊക്കെ അരിഞ്ഞൊക്കെ തന്ന്. മമ്മയുടെ പാത്രത്തിൽ. എന്താണ് ശരണ്യ? മമ്മയുടെ പാത്രം. മമ്മയുടെ പാത്രം ഏതാണ് വേണ്ടത്? ചീനച്ചട്ടി പോലെ. ചീനച്ചട്ടി. ഈ മേളിൽ ഇരിക്കുന്നതല്ലേ? മമ്മയുടെ പാത്രത്തിലായിട്ട് ചക്കക്കുരുവൊക്കെ ഇട്ട് ഇതിലാണല്ലേ ഇണക്കുന്നത്? ഇതിലിണക്കി ചക്കക്കുരു വേഗണ്ട, ഇച്ചിരി വെള്ളം ഇതിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഉണ്ടാക്കുവല്ല, നമ്മൾ എന്തുവാ വെക്കാൻ പോകുന്നത്. വാക്കുകൾക്കൊക്കെ തെറ്റ് തന്നെ അല്ലേ? ഉണ്ടാക്കാൻ ഉണ്ടാക്കുക അല്ലേ? വെക്കാൻ പോവാം, നമ്മൾ ചക്കക്കുരു വെക്കാൻ പോവാം. അങ്ങനെ എന്തെങ്കിലും ആകട്ടെ. നമ്മൾ അങ്ങനെ പറയുമ്പോൾ പലയിടത്തെ ആ വാക്കുകൾക്കൊക്കെ അല്ലേ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അതന്നല്ലേ എപ്പോഴും നമ്മള് പൈപ്പാട്ട് ചെന്നപ്പോ നിങ്ങളുടെ ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു. അതെ, പല സ്ഥലങ്ങളിലും പല ഭാഷകളല്ലേ പറയുന്നത്. ശരിയല്ലേ ശരണ്യ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഇവിടെ ഇടിമിന്നൽ വന്ന ഇടിമിന്നൽ എന്നാണ് പറയുന്നത്. ശരണ്യരൊക്കെ നാട്ടിൽ എന്നാണ് പറയുന്നത്? കൊള്ളിയാൻ വന്നെന്ന്. അങ്ങനെ പലയിടത്തും അത് ചങ്ങനാശ്ശേരി കോട്ടയം ഭാഗത്തൊക്കെ ഇടിമിന്നൽ വരുമ്പോൾ കൊള്ളിയാൻ വന്നെന്ന് പറയും. ഞാനും ആദ്യം കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഈ കൊള്ളിയാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനോർത്ത് ഇതെന്ത് സാധനമാണെന്ന് ഓർത്ത്. പിന്നെയാണ് മനസ്സിലായി ഇടിമിന്നലിനെയാണ് പറഞ്ഞത്. ഞാൻ ആരെയും കളിയാക്കി പറഞ്ഞല്ല കേട്ടോ. ഓരോ സ്ഥലത്തുമുള്ള കുപ്പിവെള്ളമാണോ ഒഴിക്കുന്നത്? ആഹാ, ഇതാകുമ്പോ എളുപ്പമാണല്ലേ? ആറോ പ്ലാന്റിലെ വെള്ളമാണ് അല്ലേ? അപ്പൊ കണ്ടാതെ ഇതൊന്ന് നന്നായിട്ട് വേഗട്ടെ അല്ലേ? തന്നെ അതിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അല്ലേ? ഇളക്കണ്ടേ? ഇളക്കിയില്ലെങ്കിൽ കണ്ട ഞാൻ തന്നെ പറഞ്ഞു തന്നു. വിശകിപ്പോയല്ലേ? കണ്ട കൂട്ടുകാരെ, ശരണ്യ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇതല്ലെന്ന് മനസ്സിലായത്. ഇതൊന്ന് ഇനി മൂടി വെച്ച് വേവിക്കാം അല്ലേ? എന്തോ ബുക്കിങ്ങിന്റെ സാധനം വന്നിട്ടുണ്ടല്ലേ? ഒന്ന് കാണിച്ചു കൊടുത്തേ ശരണ്യ. ശരണ്യ എന്തിയേ? മമ്മ അയച്ചതാണ്. അതെ, വിഷു അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കും ആണല്ലേ? അപ്പൊ ഒന്ന് പൊട്ടിച്ച് ഇപ്പൊ തന്നെ ഓപ്പൺ ആയിട്ട് പൊട്ടിക്കുക. അവിടെ നിന്ന് തന്നെ പൊട്ടിക്കുക. അതെ, കത്രിയൊക്കെ എടുത്തോണ്ട് ശരണ്യ തിരിഞ്ഞു നിന്ന് ശരണ്യനെ കാണുന്നില്ല, ഇരുട്ടാണ്. ആ അല്ല, കട്ട് ചെയ്യും. എല്ലാം ലൈവാണ് അല്ലേ? നമ്മുടെ വീഡിയോ അങ്ങനെ. ആഹാ, സൂപ്പർ. ഇതേ കൂട്ടുകാരെ, ഇത് കണ്ട കൂട്ടുകാരെ, നല്ല അതിന് ചേരുന്ന മുണ്ടും അല്ലേ? സൂപ്പർ സൂപ്പർ. ശനി ഇരുട്ടാണ്. ശനി അങ്ങോട്ട് തന്ന നമ്മുടെ മോൾക്ക് ഒരുപാട് നന്ദി. എനിക്ക് പറയാൻ പാടില്ലെങ്കിലും
ഞാൻ പറഞ്ഞു പോകും. അതെ, നല്ലൊരു ഷർട്ടാണ്. സെലക്ട് അച്ഛനില്ലാത്തൊരു മോൾ എങ്ങനെ ഒപ്പിച്ചെടുത്തെന്നുള്ളതാണ് എനിക്കത് മനസ്സിലായി. ഞാൻ എല്ലാത്തിനും അമ്മയുടെ നൈറ്റി ആണെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു കളറും ഇല്ലാത്ത കളർ ഇതിങ്ങനെ സെലക്ട് ചെയ്യണമെന്നാണ് ആ ഒരു മനസ്സിന്റെ ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ എത്ര പറഞ്ഞാൽ അതെ. ശരണ്യ, എന്തോ എവിടെ വരെ നമ്മളെ ചക്കക്കുരു വെന്താ? നമ്മൾ ചക്കക്കുരു വെന്തു. ഇപ്പൊ എന്തടിക്കുകയാണ്? ഇപ്പൊ ദേ സവോള മൂപ്പിച്ചോണ്ടിരിക്കുകയാണ്. ചക്കക്കുരു മൂപ്പിക്കാൻ വേണ്ടി. ചക്കക്കുരു മെഴുക്ക് വരട്ടാൻ വേണ്ടി അല്ലേ? ഇപ്പൊ ആവും. ആ, ചക്കക്കുരു മെഴുക്കോട്ടെ എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്കിത് ഇണക്കിയിട്ടൊക്കെ കാണിക്കാം അല്ലേ? ആഹാ, ഇന്ന് അമ്മയാണല്ലേ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ നമ്മുടെ മെഴുക്ക് വരട്ടി അല്ലേ? ചക്കക്കുരു മെഴുക്ക് വരട്ടി. ശരണ്യ എന്നെ അടിക്കുവാണ്. ചമ്മന്തി അരിക്കാൻ പോവാ. തേങ്ങ ചമ്മന്തിയാ? എന്നാണമ്മ? ആ ആ. അപ്പൊ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരട്ടി അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നല്ല റെഡിയായി. നമ്മുടെ ശരണ്യാണെങ്കിൽ ആ നേരത്തെ എന്നാണ് ചെയ്യാൻ പോണത് ഒന്ന് കാണിച്ചു കൊടു കൂട്ടുകാർ. തേങ്ങാ ചമ്മന്തി. ആ, പിന്നെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കറി മറ്റേ കറി കൂടി ഒന്നുകൂടി കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ കറി ആ നല്ല അടിപൊളി കറിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചക്കക്കുരു അത് കണ്ട്. ഓക്കെ. അപ്പം കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കുക. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.